ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് എടാ നീ അന്നോ ഇവൻ്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ത് വെച്ചാൽ എനിക്ക് ടെൻഷൻ. അപ്പം ഞാൻ നെക്സ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട്. ഈ റൂം ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിലെങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു. സംഭവം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് 20 നാളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചതായിട്ട് കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി. നമ്മളെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കലിപ്പായി, പ്രശ്നമായി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരത്ത്. ശരത്തിൻ്റെ സഹോദരിയുടെ മോനുമായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ചാനലിൻ്റെ പേരാണ് മാമനും മോനും എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പം ആ ഒരു ശരത്തിനെതിരെയാണ് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. നിങ്ങളിപ്പം കേട്ട വോയിസ് ആ ഒരു പയ്യൻ പറയുന്നത് തന്നെ കയറി പിടിച്ചു ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഷൂട്ടിൻ്റെ ആവശ്യമായിട്ട് അവർക്ക് ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്നു. ഒരു റൂമിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഒരു ശരത്ത് കുടിക്കുകയും അതിനുശേഷം രാത്രി കടന്ന സമയത്ത് തൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു കാര്യം, അത് ഇഷ്ടപ്പെടാതെ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം വരെ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു പയ്യൻ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതേ കണക്കുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളുമായിട്ട് വേറെ കുറേ പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ കണക്ക് പിന്നെയും ശരത്തിനെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. ഇതേ കണക്ക് തൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു കാര്യം. എന്തായാലും അതിനെപ്പറ്റി കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് ആക്ഷൻ എടുക്കാനുള്ളത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു പയ്യനൊക്കെ പേടിച്ച് പോയിട്ടുണ്ടായിരിക്കും. ഇത്രയും വിശ്വസിച്ച് ഒരു ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഇതേ കണക്ക് ആ ഒരു വ്യക്തി ഒരുമിച്ച് ഇങ്ങനത്തുള്ള രീതിയിൽ പെരുമാറുക എന്ന് പറയുമ്പോഴത്തേന് ഫ്രണ്ട് കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരും ഇങ്ങനെ പെരുമാറുമ്പോഴത്തേന് എന്തുമാത്രം ട്രോമയായിരിക്കും ആ ഒരു പയ്യനുണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് കറക്റ്റായിട്ട് എടുക്കണം.